സാർ, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്തനംതിട്ട CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ മൗനത്തിലാണല്ലോ. ഇപ്പോൾ അവിടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ആ സമയത്ത് ഈ നവീൻ ബാബുവിൻ്റെ വിഷയം അവിടെ ചർച്ചയായി ഉയർന്നു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി കണ്ണൂർ CPM-ൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഈ മൗനം CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തുടരുമോ? ഒന്നും സംഭവിക്കുകയില്ല. CPM-ൻ്റെ പാർട്ടി നയം കണ്ടില്ലേ? പാവപ്പെട്ട ഒരു കണ്ടക്ടറെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആര്യ രാജേന്ദ്രൻ എന്താ അവർ സമ്മാനം കൊടുത്തത്? പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെല്ലാം വലിയ വിമർശനം വന്നു. ആര്യ രാജേന്ദ്രൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്, ഇവിടെ ഒരു മേയറുണ്ടോ എന്ന് അറിയാൻ വയ്യ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി, ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. എന്നിട്ട് ആര്യ രാജേന്ദ്രനെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ജില്ലാ സമ്മേളനം അവസാനിപ്പിച്ചത്. പലരും BJP-യിലേക്ക് നിവർത്തിയില്ലാതെ ചേക്കേറിയ സന്ദർഭത്തിൽ പോലും അതാണ് പാർട്ടിയുടെ നയം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്താ ചെയ്തത്? പാവപ്പെട്ട ഒരു മനുഷ്യനെ കൈക്കൂലി വാങ്ങിയെന്ന് യാതൊരുവിധ തെളിവുകളും ഇതുവരെ കേരളത്തിലെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇൻ്റലിജൻസിനും ഒന്നും സ്ഥാപിക്കാൻ കഴിയാത്ത അദൃശ്യരായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ CPM-ൻ്റെ നേതൃത്വത്തിന് പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട ADM-നെ പാടെ ഇല്ലാതാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉന്മൂലനാശനം ഉറപ്പാക്കിയിട്ട് ഒരു തെളിവില്ലാഞ്ഞിട്ടും ഒരു മാപ്പ് ചോദിക്കാൻ CPM-ൻ്റെ ജില്ലാ ഘടകം കണ്ണൂരിൽ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, PP ദിവ്യയെ വീണ്ടും പഞ്ചായത്ത് ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവിടെയും അവർ മാതൃക കാണിക്കുക. ഈ തെറ്റ് ചെയ്യുന്നവരെ, പാവപ്പെട്ട തൊഴിലാളികളെ, അത് ഗസറ്റഡ് ഓഫീസറായിക്കോട്ടെ, പാവപ്പെട്ട കണ്ടക്ടറായി ചക്രം തിരിക്കുന്ന ഡ്രൈവറായിക്കോട്ടെ, അവരെ എല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് അവരുടെ ജീവിതം തൊലച്ചു കളഞ്ഞിട്ട് ഒരാളുടെ ജീവിതവും മറ്റൊരാളുടെ ജീവനുമാണ് പോയത്, സർവസ്വവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള അപരാധികളെ പാർട്ടിയിൽ തന്നെ നിലനിർത്തുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന നയമാണ് സംസ്ഥാന ഘടകം എടുത്തിരിക്കുന്നത്. അതിന് കീഴിൽ ഈ ജില്ലാ ഘടകത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവിടെ ജില്ലയിലെ ഏറ്റവും ശോഭയാർന്ന മുഖമെന്ന് പറയുന്നത് വീണ ജോർജാണ്. ആ വീണ ജോർജിനെതിരെ വരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടോ എന്ന് സംശയമാണെന്നാണ് വന്ന വിമർശനം. എന്ത് ചെയ്തു? എന്തെങ്കിലും ഉണ്ടായോ ആക്ഷൻ? അവരെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത മന്ത്രിസഭ അവരുടേത് വരാൻ ഇടയായാൽ അവർ തന്നെ മന്ത്രിയായിട്ട് തുടരും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണല്ലോ, നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലം ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. PP ദിവ്യയെ രക്ഷിക്കുക, ഒരു കാരണവശാലും PP ദിവ്യയ്ക്ക് ഒരു പരിക്കുമേൽക്കാതെ സംരക്ഷിക്കുക. ആ കുടുംബത്തോടൊപ്പമാണെന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അവർ നടപ്പാക്കുന്നു. ഏത് കുടുംബത്തോടൊപ്പം? PP ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണെന്ന് കേരളത്തിലെ കഞ്ഞി കുടിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്ന ആൾക്കാർക്കും ഇപ്പോൾ പൂർണ്ണമായിട്ടും ബോധ്യമായിരിക്കുന്നു. ഇത് ഒരു സംശയവുമില്ല, തെളിയിക്കപ്പെട്ട സാമാന്യമായിട്ടുള്ള സത്യമാണ്. ഏത് കോടതി? ആദ്യം ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ വെല്ലുവിളിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നിന്നല്ലോ. അപ്പോൾ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ സമ്മേളനത്തോടു കൂടി തന്നെ? അവിടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. CIT നേതാവിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് ദുർബലമാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കേരള കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാണ് കുറച്ചൊക്കെ അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. വലിയ സ്വാധീനമുള്ള ഘടകമൊന്നുമല്ല. കേരളത്തിൻ്റെ ഭരണം മാറ്റം തീരുമാനിക്കുന്ന ഒരു ഗെയിം ചേഞ്ചറും അല്ല പത്തനംതിട്ട ജില്ലാ ഘടകമെന്ന് പറയുന്നത്. വലിയ സ്വാധീനമൊന്നുമുള്ള മേഖലയല്ല അവർക്ക് പത്തനംതിട്ട. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ മൊത്തമായിട്ട് കൈ ഒഴിഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല. എന്ന് മാത്രമല്ല, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈയിടെ കുറേ പുലിവാലുകൾ അത് ആസൂത്രണം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല, പിടിച്ചു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെന്നതുപോലെ വാടി അടച്ചുകൊണ്ടാണ് അവർ ജില്ലാ സമ്മേളനം ഇപ്പോൾ നടക്കുന്നത്. കോടതി ഇക്കാര്യത്തിലെടുത്ത വളരെ ഭീഷണമായിട്ടുള്ള വിധി, മുന്നറിയിപ്പ് എല്ലാം തന്നെ പാടെ തള്ളിക്കളഞ്ഞും തൃണവലിച്ചുകൊണ്ടുമാണ് അവിടെ സമ്മേളനം നടക്കുന്നത്. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ സംശുദ്ധി, ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറയുന്ന പാർട്ടി, ആ പാർട്ടി അവിടെ എടുത്തിരിക്കുന്ന ആരെയൊക്കെയാണെന്നറിയാം? കാപ്പ കേസിലെ പ്രതികൾ. കാരണം ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ സഹിക്കാൻ വയ്യാതെ ജില്ലാ കലക്ടർ ആ ജില്ലയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആൾക്കാർ, ഗുണ്ടകൾ, ഇനി പോരാഞ്ഞിട്ട് പീഡന കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ കേസിലെ പ്രതികൾ,
ഇവരെയൊക്കെയാണ് പാർട്ടി തിരിച്ചടത്തിരിക്കുന്നത്. ചിലരുടെ പേരിൽ ഇപ്പോഴും കേസുകൾ നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കാൻ തന്നെയാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത്. പണ്ട് വീണ ജോർജ് ഇതുപോലൊരു സമ്മേളനം നടത്തിയ പാർട്ടിയിലേക്ക് ഗുണ്ടകളെയും കാപ്പ ചുമത്തിയവരെയും ഒക്കെ അങ്ങനെ സാമൂഹിക വിരുദ്ധരും നിയമവിരുദ്ധരുമായിട്ടുള്ള കുറേ ആൾക്കാരെ എടുത്തിരുന്നു. അതുപോലെ കുറേ പേരെ ഇപ്പോഴും അവർ എടുത്തിട്ടുണ്ട്. ഇത് സംസ്ഥാന ഘടകത്തിന് ഈ ജില്ലാ കമ്മിറ്റിക്ക് നേരെ ചൂണ്ടാൻ പറ്റിയ ഒരു വലിയ ചാട്ടവാറാണ്. അതവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ അനന്തഗോപനായിരുന്നു നേരത്തെ, ഇപ്പോൾ ഉദയഭാനുവാണ്. ആ ഉദയഭാനുവും ഒക്കെ അടങ്ങി അവിടെ ഒതുങ്ങിയിരുന്നോളും. ആ ചാട്ടവാർ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരത് ചർച്ച ചെയ്യും, പലയിടത്തും ചർച്ച ചെയ്യുന്നു. പിണറായി വിജയനെക്കുറിച്ച് വരെ ചർച്ച ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുകയില്ല. തിരുത്തൽ വേണമെന്ന് പറയും, ഒരു തിരുത്തലും ഉണ്ടാവുകയുമില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും അതുപോലെ പിണറായി വിജയൻ്റെ പിണിയാളായിട്ടുള്ള എം വി ഗോവിന്ദനും എന്ത് തീരുമാനിക്കുന്നു അവിടെ തന്നെ പാർട്ടി നിൽക്കും, ആ വഴി തന്നെ പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ചർച്ചകളൊക്കെ വഴിപാട് പോലെ പണ്ടെന്നത്തതുപോലെ നടക്കും. പക്ഷേ ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന കേന്ദ്രീകരണം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ജനാധിപത്യ കേന്ദ്രീകരണത്തിലെ ആ കേന്ദ്രീകരണം മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ. ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടക്കാലണയുടെ വില പോലുമില്ലാത്ത ഒന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാറിയിട്ടുണ്ട്. വഴിപാട് പോലെ ഇതെല്ലാം നടക്കും. കൊടിമര ജാഥ, വിളംബര ജാഥ, അതുപോലെ തന്നെ പാർട്ടിയുടെ താഴെത്തട്ട് മുതലുള്ള മീറ്റിങ്ങുകൾ, ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകൾ, ഇതെല്ലാം ഉണ്ട്. ആഘോഷമായിട്ട് നടക്കും. ആഘോഷമായിട്ട് തന്നെ നടക്കും. അതിനുള്ള ഫണ്ടുണ്ട്. 92 കോടി രൂപയാണ് പാർട്ടിക്ക് സംഭാവനയായിട്ട് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, തെറ്റ് ചെയ്ത ജില്ലാ കമ്മിറ്റി കണ്ണൂരാണ്. അതിനെ തുറന്ന് വിളിച്ചു പറഞ്ഞ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തുടക്കത്തിലെല്ലാം നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു, ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോടൊപ്പമാണെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഈ അവസാന ഘട്ടം വന്നപ്പോൾ അത് പൂർണ്ണമായി തന്നെ ജനങ്ങൾക്ക് തന്നെ അത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെ, നാടകമാണെന്ന് മനസ്സിലായി. കാരണം ഈ ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെ ക്ഷണിക്കാൻ നിൽക്കുകയാണ്. ഏതോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ട് വരുന്ന ഒരു കായിക താരത്തെ ക്ഷണിക്കാൻ നിൽക്കുന്നത് മാതിരി ഇടപെട്ടോട്ടെ. ആര്യ രാജേന്ദ്രനെ അവർ അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത സ്ഥാനാർത്ഥിയോ അവർ നോക്കിക്കോ, MLA ആവും. പക്ഷെ ആ ജനങ്ങൾ തീരുമാനിക്കുമോ MLA ആകുമെന്ന്? പാർട്ടിയുടെ ഒരു ധാർഷ്ട്യമാണെന്ന്. ഇങ്ങനെ ആയിരുന്നില്ല പാർട്ടിയുടെ ഒരു ധാർഷ്ട്യം. ഞങ്ങൾ പറയുന്നിടത്ത് തന്നെ നിൽക്കും. കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിചാരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് എന്നൊരു ധാർഷ്ട്യം അവർക്കുണ്ട്. അവരുടെ മനസ്സിൽ അടിയുറച്ചു പോയതാണ്. മാറ്റാൻ വലിയ പ്രയാസം. അതുപോലൊരു ധാർഷ്ട്യം. കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, CPM എന്നാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവരങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. തോറ്റുപോയാലും CPM ഞങ്ങളുടേതാണ് കേരളം എന്നുള്ള കട്ടിംഗ് ദി സൗത്ത് അവിടെ നിൽക്കട്ടെ. അല്ല, കേരളം ഞങ്ങളുടേതാണെന്നൊരു ധാരണ ചില സഖാക്കളിലെങ്കിലും ഉറച്ചു പോയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് BJP ഇവിടെ കടന്നുകയറ്റം നടത്തുന്നതും ഇതിൻ്റെ തകർച്ചയിലേക്ക് ഒരു പക്ഷേ നയിക്കാവുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൃശ്ശൂർ മേയരെയോ തൃശ്ശൂർ പൂരത്തിൻ്റെ കാലവിളംബത്തെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അത്ര സഹിക്കാൻ വയ്യാത്ത, പാർട്ടിക്ക് പോലും സഹിക്കാൻ വയ്യാത്ത ഭാരമായിരിക്കുന്നു ഈ പാർട്ടിയുടെ അഹങ്കാരം. പക്ഷേ ഗോർബച്ചേവ് വന്ന് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെ നടപ്പാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന് എത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടായിരുന്നു, അഴിമതിയും ഉണ്ടായിരുന്നു, അഹങ്കാരവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.